നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇങ്ങനെ ടെൻഷൻ ആകാതെ, ശ്യാമയല്ലേ അവന്റെ കൂടെ. എന്താ എന്താ അമ്മേ? നീ ഓക്കേ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇരുട്ടത്ത് എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അമ്മ പറയുന്നത്? അല്ല, എന്താ എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? മോനെ, നീ പേടിക്കണ്ട കേട്ടോ. അമ്മയും ഞങ്ങൾ എല്ലാരും ഉണ്ട് നിന്റെ കൂടെ. അമ്മ എന്താ ഈ പറയുന്നത്? എനിക്ക് എന്തിനെ പേടിയെന്നാ? അമ്മ നോക്കിയേ, ഞാൻ പേടിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് ഇരുട്ടിന് പേടിയില്ലമ്മേ. എന്താ എന്താടാ? ഞാൻ ഒന്ന് നോക്കട്ടെ. അമ്മേ, മെയിൻ സ്വിച്ച് ഓഫായി കിടന്നതാ. അപ്പൊ ഡ്രിപ്പ് ആയതായിരിക്കും. അഖി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനെ, നീ സത്യമായിട്ടും പറയാണോ? നിനക്ക് ഇരുട്ടായപ്പോ പേടി വന്നില്ലേ? ഇല്ലമ്മേ, സത്യം. എന്താ അരുൺ, നമ്മുടെ അഖിയുടെ പേടി മാറിയെന്ന്. എത്ര വർഷമായിട്ട് എന്റെ തീരെ വേദനയായിരുന്നു നിന്റെ ഈ പേടി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അമ്മയുടെ പ്രാർത്ഥന ദൈവമല്ലമ്മേ, ശ്യാമയാ കേട്ടെ. ഇരുട്ടിനോടുള്ള എന്റെ പേടി മാറ്റിയെടുക്കാൻ വ്രതം പോലെയാ ശ്യാമ ചെയ്ത്. അതിനുവേണ്ടി പരീക്ഷണം പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്യാമ ചെയ്തു. അങ്ങനൊരു സംഭവത്തിലാണല്ലോ എല്ലാവരും ശ്യാമയെ തെറ്റിദ്ധരിച്ച്. അതുകൊണ്ട് അമ്മ ഇനി ഒട്ടും വിഷമിക്കണ്ട. ഏത് പാതിരാത്രി ആയാലും ഏത് ഇരുട്ട് നിറഞ്ഞ സ്ഥലമായാലും ഞാൻ ഇനി പേടിക്കില്ല. താങ്ക് യു മോളെ. താങ്ക്സ് എ ലോട്ട്. അമ്മേ, അമ്മയ്ക്ക് ഈ സന്തോഷം എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടതെന്നറിയില്ല. അമ്മേ, എനിക്ക് തോന്നതേ അഖി വെറുതെ പറയുന്നതാണെന്ന്. അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ. അഖിക്ക് പേടി മാറിയിട്ടൊന്നുമില്ല. ഐശ്വര്യടത്തേക്ക് ആകെ സംശയമാണല്ലോ. കറണ്ട് പോകുമ്പോ മുമ്പ് ഞാൻ നിലവിളിക്കുമായിരുന്നില്ലേ? ഇപ്പൊ ഞാൻ അങ്ങനെ വല്ലതും ചെയ്തോ? എനിക്ക് നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല മോളെ. അമ്മ എന്നോട് നന്ദി പറയാനോ? ഇതെന്റെ കടമയല്ലേ അമ്മേ. അമ്മ നന്ദി പറയരുത്. മോളെ, വസുന്ധര പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ പ്രാർത്ഥനയാ നീ നിറവേറ്റിയിരിക്കുന്നത്. ശ്യാമേ, ഞങ്ങളുടെ അനിയന് വേണ്ടി ഈ വീട്ടിലെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുക. അപ്പൊ അമ്മേ, ശ്യാമയ്ക്കൊരു സമ്മാനം പ്രഖ്യാപിക്കണം. സമ്മാനം വൈകാതെ തന്നെ ഞാൻ അറിയിക്കും. എനിക്ക് ഒരിക്കൽ കൂടി അഖിൽ സാറിനോട് കള്ളം പറയേണ്ടി വന്നിരിക്കുക. ആ വിസ്മയക്ക് വേണ്ടി ഞാൻ പാടാൻ പോവാണെന്ന് പറഞ്ഞ അഖിൽ സാറിന് അത് വിഷമാവും. അതുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് പറയാതെ പോവാ. എന്നോട് ക്ഷമിക്കണേ കണ്ണ.
ആഹാ, താനിതിങ്ങോട്ട് പോകുന്നു? അത് സാർ ഓഫീസിൽ പോയില്ലേ? കുറച്ചു ദൂരം പോയപ്പോഴാ ഒരു ഫയൽ എടുക്കുന്ന കാര്യം ഓർമ്മിച്ച് അതെടുക്കാനായിട്ട് വന്നതാ. താനെങ്ങോട്ട് പോകുന്നു അത് പറ. ഞാൻ എന്താണ് ഇങ്ങനെ വരണ്ട് നിൽക്കുന്ന പോലെ? എന്തോ മോഷണമോ കള്ളമോ ഒക്കെ നടത്തിയിട്ട് നിൽക്കുന്ന ആളിനെ പോലെ. ശ്യാമേ, താൻ കാര്യം പറ. അത് സാർ അത് അപ്പുവിന്റെ സ്കൂളിലെ പേരൻസ് മീറ്റിംഗാ. പിന്നെ അച്ഛൻ്റെ കൂടെ ഒരു അമ്പലത്തിൽ പോണം. അരവിന്ദനാണെങ്കിൽ ഓഫീസിൽ പോയി. അപ്പൊ പിന്നെ എനിക്ക് താൻ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? എന്താ സാർ? സാർ ഞാൻ തന്നെ കുറിച്ച് ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഈശ്വര, അഖിൽ സാർ എല്ലാം അറിഞ്ഞു. അപ്പുവിന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോകാൻ ഞാൻ അനുവദിക്കുമെന്ന് പേടിച്ചിട്ടല്ലേ താൻ എന്നോട് പറയാതിരുന്ന? അല്ലെങ്കിൽ ഞാൻ കൂടെ വരും, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ കരുതിയല്ലേ? എടോ, അപ്പു മുറയ്ക്കെന്റെ അളിയനാ. പക്ഷെ എന്നെ സംബന്ധിച്ച് അവൻ എന്റെ കൊച്ചനിയന്. അവന്റെ സ്കൂളിലെ മീറ്റിങ്ങിന് ഞാനും വരും. നമുക്ക് ഒരുമിച്ച് നിന്ന് അവനൊന്ന് ഞെട്ടിക്കാടോ. സാർ, അതല്ല, ഞാൻ പറയാം. സാറിന് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടാവില്ലേ? ഓഫീസിലെ ജോലി ഒന്നുമല്ല എനിക്കിപ്പോ പ്രധാനം. താനാടോ സത്യം. തന്റെ കൃഷ്ണനാണ് സത്യം. എന്റെ ലോകം ഇപ്പൊ താനാ. അതുപോലെ തന്നെ സംബന്ധിച്ച് തന്റെ ലോകവും ഞാനാണെന്ന് എനിക്കറിയാം. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം എനിക്കും പ്രിയപ്പെട്ടതാ. താൻ ഈ ലോകത്തില്ലാതാവുന്നതിന്റെ അടുത്ത നിമിഷം അഖിലും ഈ ലോകത്തുണ്ടാവില്ല. എടോ, ഞാൻ പറഞ്ഞതുപോലെ താൻ കേട്ടായിരുന്നോ? അഖിൽ സാറിനോട് എല്ലാം തുറന്നു പറയണോ? വേണ്ട, അവിടെ പ്രോഗ്രാമിന് സമയമായി. ഒരു പ്രയാസം ഉണ്ടാക്കണ്ട. താ വന്നേ, നമുക്ക് സ്കൂളിൽ പോ. സാർ, ഈശ്വര, എന്നോട് പൊറുക്കണേ. എന്താടോ? അല്ല സാർ, ഓഫീസിൽ പോയിട്ട് എന്തോ മറന്ന് തിരിച്ചു വന്നതല്ലേ? അപ്പോ മടങ്ങി പോകുന്നതും ഒറ്റയ്ക്ക് വേണം, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.